നമസ്കാരം. തമിഴ്നാട്ടിൽ അണ്ണാമലയുടെ മിന്നൽ ഇടപെടൽ. വ്യാജ വിഷമദ്യ ദുരന്തത്തിൽ സ്റ്റാലിനെതിരെ വലിയ പ്രക്ഷോഭം ബി.ജെ.പി. നടത്തുകയാണ്. മദ്യത്തിന് വില കൂടിയ സർക്കാർ കള്ളവാറ്റുകളെയും മദ്യമാഫിയകളെയും വളർത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. തമിഴ്നാട്ടിൽ ഇതാദ്യമായല്ല വിഷമദ്യ ദുരന്തം നടക്കുന്നത്. പക്ഷേ DMK സർക്കാർ ഇതുവരെ അതിനെതിരെ ഒരു തരത്തിലുള്ള നിലപാടും എടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഇന്ത്യ കണ്ട രണ്ടാമത്തെ മദ്യ ദുരന്തത്തിനാണ് തമിഴ്നാട് സാക്ഷ്യം വഹിച്ചത്. കല്ലുവാതുക്കൽ മദ്യ ദുരന്തം നമുക്കറിയാം, കേരളത്തിലെ കൊല്ലം ജില്ലയിൽ നടന്ന ഒരു വലിയ ദുരന്തമായിരുന്നു. അതിനുശേഷം ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു ദുരന്തം വളരെ ദൗർഭാഗ്യകരമാണ്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനത്ത് ആഴത്തിൽ വേരൂന്നിയതും തഴച്ചു വളരുന്നതുമായ മദ്യമാഫിയക്കെതിരെ ഇപ്പോൾ DMK-യുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാർ സമയബന്ധിതമായി പ്രവർത്തിക്കുകയോ ആവശ്യമായ ഇടപെടലുകളോ നടപടികളോ കൈക്കൊള്ളുകയും ചെയ്തിരുന്നെങ്കിൽ ഇത്തരത്തിൽ നിരപരാധികളുടെ ദാരുണമായ നഷ്ടത്തിന് ഇങ്ങനെ ഒരു ദുരന്തം കാരണമായ ഈ മനുഷ്യനിർമ്മിത ദുരന്തം ഒഴിവാക്കാമായിരുന്നു എന്നാണ് ഇപ്പോൾ BJP പറയുന്നത്. ഭരണകൂടത്തിന്റെയും പോലീസിന്റെയും പിന്തുണയോടെ എങ്ങനെയാണ് ഈ അനധികൃത മദ്യവ്യാപാരം പ്രവർത്തിക്കുന്നതെന്ന് മാധ്യമങ്ങളും അന്വേഷണ റിപ്പോർട്ടുകളും എടുത്തു കാണിക്കുന്നുണ്ട്. അവർ ദുരന്തമുണ്ടായപ്പോൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിനും ജീവൻ രക്ഷിക്കുന്നതിനും പകരം സംസ്ഥാന ഭരണകൂടം അത് മൂടിവെക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതിന് സ്റ്റാലിന് ഏറ്റവും വലിയൊരു പങ്ക് അവിടെയുണ്ട്. തമിഴ്നാട്ടിലെ അസമത്വം, ദാരിദ്ര്യം, മനുഷ്യാവകാശ ലംഘനങ്ങൾ, വിവേചനം എന്നിവയുമായി ബന്ധപ്പെട്ട നിരവധി വെല്ലുവിളികൾ നേരിടുന്ന പട്ടികജാതിക്കാർ കൂടുതലായി താമസിക്കുന്ന ഒരു ഗ്രാമമാണ് കള്ളക്കുറിച്ചി. ഈ കള്ളക്കുറിച്ചി ജില്ലയിലെ കരുണാപുരം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ദുരന്തമുണ്ടായത്. മേൽപ്പറഞ്ഞ ദുരന്തത്തിന് ഇരയായവരിൽ വലിയൊരു വിഭാഗം ഈ സമുദായങ്ങളിൽപ്പെട്ടവരാണ്. സംസ്ഥാന സർക്കാരും അനധികൃത മദ്യമാഫിയയും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് പ്രോത്സാഹിപ്പിക്കുന്ന വിവിധ സാഹചര്യങ്ങളെ തുടർന്നാണ് ഇവർ ഈ പ്രദേശങ്ങളിൽ വ്യാപകമായി വ്യാജ മദ്യ വിൽപ്പന കേന്ദ്രങ്ങളിൽ എത്തുന്നതെന്നും സംഘം വിലയിരുത്തുന്നുണ്ട്. അതായത് ഇത്തരത്തിൽ ഇവിടെ വ്യാജ വിഷമദ്യങ്ങൾ ഉണ്ടാക്കുന്നു, അതിനെതിരെ ഒരു നിയന്ത്രണവുമില്ലാതെ, ഒരു നിയമം പോലും നടപ്പിലാക്കാതെ ഈ സർക്കാർ അതിനെ കൈയും കെട്ടി നോക്കി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതിനെതിരെയാണ് ഇപ്പോൾ BJP, അണ്ണാമലയുടെ നേതൃത്വത്തിലുള്ള BJP ഇപ്പോൾ അവിടെ രംഗത്ത് വരുന്നത്. നേരത്തെ 2023 മെയ് മാസത്തിൽ 22 പേരുടെ മരണത്തിന് ഇടയാക്കിയ ചെങ്കൽപ്പെട്ട, വില്ലുപുരം ജില്ലകളിലായി സംസ്ഥാനത്തിന് മറ്റൊരു ദുരന്തം കൂടി സംഭവിച്ചതോടെ തമിഴ്നാട്ടിൽ ഇത്തരം സംഭവങ്ങൾ ഇപ്പോൾ പതിവായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം മരണങ്ങൾ 2020-ലും 2021-ലും സംഭവിച്ചിരുന്നു. ആവർത്തിച്ചുള്ള ദുരന്തങ്ങൾക്കിടയിലും CBI അന്വേഷണത്തെ എതിർത്തുകൊണ്ട് സംസ്ഥാന സർക്കാർ ഈ സംഭവത്തിൽ സ്വതന്ത്രവും നീതിയുക്തവുമായ സ്വതന്ത്ര അന്വേഷണം തടയുകയാണ്, തുടരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇരകളുടെ നീതിയും ക്ഷേമവും ഉറപ്പാക്കാൻ നിങ്ങളുടെ ദയവും അടിയന്തര ഇടപെടലും ഉണ്ടാകണമെന്ന് ഇപ്പോൾ തമിഴ്നാട്ടിലെ ഇരകൾക്കും ജനങ്ങൾക്കും വേണ്ടി BJP-യുടെ നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യം അഭ്യർത്ഥിക്കുകയാണ്. മുഖ്യമന്ത്രിയും സംസ്ഥാന സർക്കാരും ഇരകളുടെ കുടുംബങ്ങൾക്ക് മതിയായ ധനസഹായവും നഷ്ടപരിഹാരവും ഒക്കെ ഉറപ്പാക്കണമെന്നും അവർ ആവശ്യപ്പെടുന്നുണ്ട്. BJP നേതാക്കളായ അനിൽ ആന്റണി, അരവിന്ദ് മേനോൻ, MP GK വാസൻ എന്നിവരടങ്ങുന്ന NDA പ്രതിനിധി സംഘം കള്ളക്കുറിച്ചി അനധികൃത മദ്യ ദുരന്തവുമായി ബന്ധപ്പെട്ട് നിവേദനം സമർപ്പിക്കാൻ ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ കിഷോർ മക്വാനയെ കണ്ടു. കള്ളക്കുറിച്ചിയിലെ വ്യാജ മദ്യ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് മതിയായ നഷ്ടപരിഹാരവും നീതിയും ഉറപ്പാക്കണമെന്ന് ചെയർമാനോട് അവർ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ദുരന്തത്തിന്റെ ഇരകളായ പട്ടികജാതി വിഭാഗക്കാർക്ക് നീതി ലഭ്യമാക്കാൻ അടിയന്തര ഇടപെടൽ വേണമെന്നാണ് മെമ്മോറാണ്ടം ആവശ്യപ്പെട്ടിരിക്കുന്നത്. തമിഴ്നാട്ടിലെ ഇത്തരത്തിലുള്ള ഏറ്റവും മോശമായ ഈ ദുരന്തം 63 മരണങ്ങൾക്കും 150-ലധികം ആശുപത്രികൾക്കും കാരണമായി. ഇത് മുഴുവൻ രാജ്യത്തിന്റെയും മനസാക്ഷിയെ ഞെട്ടിച്ചുവെന്നാണ് ഇപ്പോൾ BJP NDA സംഘം വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും അണ്ണാമലയുടെ നേതൃത്വത്തിൽ BJP-യുടെ വലിയൊരു ഇടപെടൽ ഈ വിഷമദ്യ ദുരന്തത്തിൽ ഇപ്പോൾ തമിഴ്നാട്ടിൽ ഉണ്ടായിരിക്കുകയാണ്. ഇത് സ്റ്റാലിൻ ഉൾപ്പെടെയുള്ളവർക്ക് വലിയ തിരിച്ചടിയായാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്.